ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ എൻ്റെ കൂടെ മോളും എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. വെറുതെ വാശി പിടിച്ചിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല. അപ്പം വെറുതെ ടൈം പോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അവളെയും കൊണ്ട് നേരെ കിച്ചണിലേക്ക് പോന്നു. കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഞാൻ ഈ ജനൽ അങ്ങ് തുറന്ന് വിടുകയാണ്. അതാകുമ്പോൾ നല്ലൊരു വെളിച്ചവും കാറ്റും ഒക്കെ നമുക്ക് കിച്ചണിലേക്ക് എത്തും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കുള്ള പണി എന്ന് പറയുന്നത് ഇന്നലെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ചായൻ്റെ പണിയും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. മോളിങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ എടുക്കലും പണിയെടുക്കലും ഒക്കെ കൂടിയായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഏട്ടൻ ജോലിക്ക് പോവുകയാണേ. ഏട്ടൻ ഇന്ന് നേരത്തെയാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ ഏട്ടൻ പോവുകയാണ് കേട്ടോ. സാധാരണ ഈ ടൈം ആകുമ്പോഴേക്കും മോനെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ അവൻ നോക്കിക്കോളും മോളെ കുറേ ടൈമൊക്കെ. ഇന്നിപ്പോൾ മോനെ എഴുന്നേൽക്കാൻ ലേറ്റായി പോയി. അപ്പം മോനെ എഴുന്നേറ്റു. മോളെ ഞാൻ വേഗം ഇങ്ങനെ വാശി പിടിച്ച് കളിക്കുന്ന കാരണം ഉറക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് കഞ്ഞിക്ക് വെള്ളം വെച്ചു കേട്ടോ. അതൊക്കെ പുറത്ത് അടുപ്പിലാണ് വെക്കാറ്. അതിനുശേഷം ഇതാ മോൾ ഉറങ്ങായതുകൊണ്ട് വേഗം അടിച്ച് വരാനൊക്കെ നിന്നേ. മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കാനാട്ടോ ഞാൻ നോക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വാശി പിടിക്കും. പിന്നെ ഇത്തിരി ഉറങ്ങുള്ളൂ. കുറച്ച് ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോരും. അപ്പോൾ അത് മോൻ എന്നോട് ടി വി വെച്ചോട്ടെ, സൗണ്ട് കുറച്ചേ വെക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മോൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. മോളും ഇവിടെ തന്നെ തൊട്ടിലിൽ ഉറങ്ങുക കേട്ടോ. ഞാൻ അടിച്ച് വാരി വരുമ്പോഴേക്കും കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൽ വേഗം പോയി അരിയൊക്കെ ഇട്ടു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ചെടികൾ നനയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. മഴ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ സൈഡിലുള്ള ചെടികൾക്കൊന്നും മഴ കിട്ടിയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ നനച്ചു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ചു. കൂട്ടത്തിൽ ആ മുന്നിലുള്ള ചെടികളും ജസ്റ്റ് ഒന്ന് നനച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഹാങ് ചെയ്തിട്ടുള്ള ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്കൊക്കെ വെള്ളമാവേ. അപ്പോൾ എന്തായാലും നനച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെയൊക്കെ തുടയ്ക്കണം. അപ്പം നന കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തുടയ്ക്കാൻ നോക്കി കേട്ടോ. അതിൽ സിറ്റ് ഔട്ട് തുടയ്ക്കുന്ന മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലായിടവും തുടച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് കഞ്ഞി ഇതാ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അടുത്തതായിട്ട് ആ കഞ്ഞീനെ തൊട്ടടുത്തുള്ള അടുപ്പിലേക്ക് അവിടേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ആ ചൂടിൽ ബാക്കി അവിടെ നിന്ന് ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം ഈ അടുപ്പിലേക്ക് ഇനി കുടിക്കാനുള്ള വെള്ളത്തിന് വെക്കുക കേട്ടോ. വലിയൊരു കലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ വെച്ചു. അപ്പോൾ അടുപ്പൊക്കെ ഞാനൊന്ന് നന്നായിട്ട് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു ജോലി കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യാം എന്നിട്ട് അടുത്ത ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാനൊരു ജോലീൻ്റെ ഇടയിൽ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് നന്നായി കത്തിച്ച് കൊടുത്തു. പിന്നെ മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് പറ്റുന്നിടത്തോളം ജോലികളൊക്കെ ചെയ്ത് തീർക്കും വേണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിപ്പോൾ മുട്ടിലെഴിയാൻ തുടങ്ങിയതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് വായിലിടും. അപ്പം അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ നന്നായിട്ട് ശ്രദ്ധിക്കുക വേണം. കഴിഞ്ഞ ദിവസം മാങ്ങയുടെ തൊലിയൊക്കെ എടുത്ത് വായിലിട്ടതാണേ. അപ്പം അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ മോളെടുത്ത് ഇരുന്നാലും എനിക്ക് പണി കഴിഞ്ഞില്ലല്ലോ എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുപ്പ് നന്നായി കത്തിച്ചതിന് ശേഷം ഞാൻ പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് വരിക കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നു. അത് ഇപ്പം അലക്കുന്നില്ല കേട്ടോ, പുതിർത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ പുതിർത്തി വെച്ചതിന് ശേഷം ഇവിടെ കറിക്കുള്ള പണികൾ നോക്കുകയാണേ. ഇന്ന് കറിക്ക് പരിപ്പും ചക്കക്കുരും മുരിങ്ങക്കായും കൂടെ കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ചക്കക്കുരുവൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പരിപ്പ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ചക്കക്കുരു നന്നാക്കിക്കൊണ്ടിരിക്കുമ്പം മോളിതാ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. നല്ല വാശിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ മാറി നിന്ന് നോക്കുകയെ വല്ലാതെ വാശി പിടിക്കുന്നുണ്ടോ ഉറങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ എടുത്തോളാം അമ്മ പോയിക്കോ, അമ്മ ഞാൻ എടുത്തോളാം വാവനെ, ഞാൻ കളിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് നോക്കിയിരിക്കുകയാണേ. ചില സമയത്ത് മോനെ എടുത്താലും വല്ലാതെ വാശി പിടിക്കും. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടിലെഴഞ്ഞ് വരും. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എന്നെ നോക്കുന്നുണ്ടെന്നല്ലാതെ കരയുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മോനെ അവളെ എടുത്തും കണ്ട് ഇങ്ങനെ താഴെ ഇരുന്നും കണ്ട് കൊഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ കൊഞ്ചിച്ചപ്പം കുഴപ്പമില്ല, മോൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് എൻ്റെ ബാക്കിയുള്ള ജോലികൾ നോക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഇതാ ഇവിടെ പരിപ്പും ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചക്കക്കുരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ ബോട്ടിലിൽ തലേ ദിവസം തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം ഞാൻ ആ ബോട്ടിലിൽ ഒഴിച്ച് വെക്കും കേട്ടോ.
അതെൻ്റെ മോന് കുടിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ആ ഒരു ബോട്ടിൽ വെള്ളം ഫുള്ളായിട്ട് കുടിച്ച് തീർക്കണം എന്ന് തന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലും അല്ലേ, വെള്ളം കൂടി കുറവാണ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി, മറ്റേ സ്കൂളിലേക്ക് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ അതെന്തായാലും കുടിക്കും. ഇതിപ്പം വീട്ടിലായതുകൊണ്ട് ഞാനിങ്ങനെ പറയണം വെള്ളം കുടിക്കുക അപ്പോഴേ കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചാൽ പിന്നെ അത് ഫുൾ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളത് കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജഗ്ഗിലും ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അത് മേശയിൽ വെക്കും കേട്ടോ, മേശേൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ തിളച്ച വെള്ളം ഞാൻ ഫ്ലാസ്കിലും കൂടെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാനും പിന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫ്ലാസ്കിലും കൂടെ കുറച്ച് വെള്ളം എടുത്ത് വെക്കാറുണ്ട്. അപ്പം തലേ ദിവസം ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായ വെള്ളമൊക്കെ ഞാൻ ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം അവിടെ ഇന്ന് തിളയ്ക്കുന്ന വെള്ളം ആ ഫ്ലാസ്കിലേക്ക് എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെ ആ ചെമ്പിലും നിറച്ച് വയ്ക്കും കേട്ടോ തിളച്ച വെള്ളം. അപ്പോൾ നമ്മളെ കഞ്ഞി ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടേ മോന് നല്ല വിശപ്പാണ്. ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തുടങ്ങും എന്താ കഴിക്കാനുള്ളത്, വിശക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പം രാവിലത്തെ ചായേൻ്റെ തന്നെ വീണ്ടും കൊടുക്കുന്നത് കഴിക്കാൻ ആൾക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഈ ബേക്കറി ഒന്നും കൊടുക്കുന്നത് എനിക്കും അത്ര താല്പര്യമില്ല കേട്ടോ. ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നത് എനിക്കും വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ കഞ്ഞി വെച്ചിട്ട് അതാണേ കൊടുക്കുക. അതാകുമ്പോൾ അവനും കുടിച്ചോളും, വേണ്ടാന്നൊന്നും പറയില്ല കേട്ടോ. അപ്പം കഞ്ഞി പാകമായപ്പോൾ അത് ഞാൻ എടുത്തു കേട്ടോ. അപ്പം മോന് കഞ്ഞി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോൾക്കും എന്തെങ്കിലും ഒന്ന് ഞാൻ കഴിക്കാൻ വേണ്ടി കൊടുക്കേ. അപ്പം പൊതുവേ അങ്ങനെ അങ്ങോട്ട് ഒന്നും കഴിക്കില്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പഴം ചുട്ടിട്ട് പഴം നമ്മൾ പുഴുങ്ങിയിട്ടില്ലേ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തു നോക്കി, പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ, തിരികെ കഴിക്കുന്നില്ലേ. അപ്പം പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പഴം അവിടെ ഇരുന്ന് കണ്ട് ചുടുക കേട്ടോ. അത് ആ കനലിൽ കിടന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പഴം ഞാൻ അടുപ്പത്തു നിന്ന് എടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. പുറമേ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നതെന്നുള്ളൂ, പക്ഷേ ഉള്ളിലേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ മാറ്റി കുറച്ച് നേരം തണയാൻ വേണ്ടി എടുത്ത് വയ്ക്കേ. കൂട്ടത്തിൽ മോൻ്റെ കഞ്ഞിയും കൂടെ ഞാനൊന്ന് തണയാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കേ, പെട്ടെന്ന് തണയാൻ വേണ്ടിയിട്ടാണ്. മോളെ പഴം തണയുമ്പോഴേക്കും മോൻ്റെ കഞ്ഞിയും കൂടെ തണയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മോൾക്ക് ഞാൻ കഞ്ഞി കൊടുക്കാറുണ്ട്. ഇപ്പോഴല്ല, രാത്രിയൊക്കെ ആകുമ്പോഴേക്കാണ് കൊടുക്കുക. അപ്പം ആ കഞ്ഞിയാണ് ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് മാറ്റി വയ്ക്കുന്നത്. പിന്നെ മോൾക്ക് പഴത്തിൽ ഞാൻ കുറച്ചൊരു നെയ്യും കൂടി ആക്കും കേട്ടോ. അതൊരു രുചി വ്യത്യാസത്തിന് വേണ്ടി കൊടുക്കുന്നതാട്ടോ. കുറച്ചൊരു രുചി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മോൻ്റെ കഞ്ഞിയിൽ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അത് തണയാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. കൂട്ടത്തിൽ മോളെ പഴവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും തണയുന്ന നേരം കൊണ്ട് എനിക്കിവിടെ എൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഫ്ലാസ്കിലേക്കും അതുപോലെ കുടിവെള്ളത്തിലേക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യം ഫ്ലാസ്കിലേക്ക് മാറ്റിയെടുക്കുകയാണ്. വെള്ളം ഫ്ലാസ്കിലും അതുപോലെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കും കേട്ടോ. ഫ്ലാസ്കിൽ നിറച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നേരത്തെ കഞ്ഞി വെച്ച ചെമ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചോറിന് വയ്ക്കുക. ഇവിടെ ഉച്ചയ്ക്ക് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല. പിന്നെ എനിക്കും മോനും മാത്രം മതി കേട്ടോ ഉച്ചക്കത്തേക്ക്. രാത്രി ഞാൻ ചോറ് കഴിക്കാറില്ല. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചോറ് രാത്രി കഴിക്കാറുള്ളൂ. ഇപ്പം മോനും അതെ, ചോറ് വേണ്ട രാത്രി എന്ന് പറയും കേട്ടോ, ചപ്പാത്തി മതി എന്ന് പറയേ. അപ്പം പിന്നെ വെറുതെ ചോറ് ബാലൻസ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു ചെമ്പിനാട്ടോ ഞങ്ങൾ ചോറ് വയ്ക്കുക. ഇതന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. എന്നാലും രാത്രിയത്തേക്ക് മോനുള്ള ചോറ് ഉണ്ടാവും കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ നിർബന്ധിച്ച് രാത്രി കഴിപ്പിക്കും കേട്ടോ ചോറ്. ചപ്പാത്തി ഇങ്ങനെ ഇപ്പോഴേ മോനെ കൊണ്ട് രാത്രി കഴിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അരിയിടാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ കലത്തിലൊഴിച്ചതിന് ശേഷം അടുപ്പ് നന്നായി കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ അടുപ്പിലേക്ക് ഞാൻ നേരത്തെ കറിക്ക് വേണ്ടി നന്നാക്കി വെച്ചതൊക്കെ വെക്കുക കേട്ടോ. ആ ചട്ടി വെച്ച് കൊടുത്തു. തൊട്ടടുത്തുള്ള അടുപ്പിലേക്ക് കലവും കൂടെ വെച്ചേ. അതാവുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. തൊട്ടടുത്തുള്ള അടുപ്പിൽ നിന്ന് വെള്ളവും തിളച്ചിട്ടുണ്ടാവും കേട്ടോ. അരിയിടാൻ പാകത്തിനായിട്ടുണ്ടാവേ. അപ്പോൾ ഇനി ഈ തൊട്ടിലിൻ്റെ തുണി അഴിക്കുക കേട്ടോ. ഇതിൽ മോള് നേരത്തെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഴിച്ചു മാറ്റാം കേട്ടോ. മക്കളിതാ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. മോൻ ആ വണ്ടിയിൽ മോളെ ഇങ്ങനെ കൊണ്ട് നടന്നോളൂ കേട്ടോ. അതാവുമ്പോൾ അവളും ഇരുന്നോളും, വലിങ്ങനെ വാശി പിടിക്കില്ല കേട്ടോ. അങ്ങനെ നടക്കാൻ അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഓരോരോ റൂമിലേക്ക് മോൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. നേരത്തെ തണയാൻ വെച്ചിരുന്ന ഭക്ഷണമൊക്കെ തണഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. മോൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ജോലി.
അപ്പോൾ ഇതാ ഭക്ഷണം കണ്ടപ്പം മോൾ ഇതാ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാനൊക്കെ നോക്കുകയാണേ. അത്രയ്ക്കും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭയങ്കര ടാസ്ക്കാണ് ആളെന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളത്. ഞാൻ എന്നിട്ട് ഓരോ ദിവസം ഓരോരോ രുചികൾ ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടൊക്കെ കൊടുത്ത് നോക്കും. പക്ഷേ എന്ത് തന്നെ കൊടുത്തിട്ടും ആൾ കഴിക്കുന്നില്ലേ. ഞാനിങ്ങനെ ഓരോ റീൽസിലൊക്കെ കാണാറുണ്ട് കേട്ടോ മക്കളെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ. പക്ഷേ എങ്ങനെ കൊടുത്തിട്ട് എൻ്റെ മോള് കഴിക്കുന്നില്ല കേട്ടോ. അതിന് വേണ്ടി കഴിക്കാൻ പാടില്ലാത്ത എല്ലാ ഐറ്റവും വായിലേക്കാട്ടോ കൊണ്ടുപോവുക. ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ വായിലേക്കാട്ടോ കൊണ്ടുപോവുക. അങ്ങനെ പാട്ട് പാടിയും ഓരോ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ ഞാൻ മോളെ കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് കൈ കൊട്ടിയൊക്കെയാണ്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചിട്ടോ. കുറച്ചൊക്കെ ഒരു പഴം ഫുള്ളായിട്ടൊന്നും കഴിച്ചില്ല, കുറച്ചൊക്കെ കഴിച്ചിട്ടോ. മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും എൻ്റെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഏട്ടന് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്കാണെങ്കിൽ അങ്ങനെ ഉടയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ലേ. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കഷ്ണങ്ങൾ ഉടയ്ക്കുകയും ചെയ്യും, എനിക്ക് വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ ഉടയ്ക്കാതെ മാറ്റി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം കൂടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഈ അടുപ്പിലേക്ക് മാറ്റിയിട്ട് കറീൻ്റെ ചട്ടി ഞാൻ തൊട്ടപ്പുറത്ത് അടുപ്പിലേക്കും വെക്കുകയാണ് കേട്ടോ. ഇനി വേവാനുള്ള കഷ്ണങ്ങൾ അവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ അതാ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരി കഴുകിയിടുകയാണ്. കൂട്ടത്തിൽ കറിക്കുള്ള മുരിങ്ങക്കായും കൂടെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവിടെയുള്ള ആ അടുപ്പിൽ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആൾക്ക് ചക്കക്കുരു, കശുവണ്ടി, ചേമ്പ് ഇതൊക്കെ ചുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ചക്കക്കുരു ഇടട്ടെ, കശുവണ്ടി ഇടട്ടെ, ചേമ്പ് ഇടട്ടെ എന്നൊക്കെ കേട്ടോ. അതുപോലെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചേമ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയും ചേമ്പ് വാങ്ങിത്തരുമോ, ചേമ്പ് വാങ്ങിത്തരുമോ എന്ന് കേട്ടോ. ഈ ചേമ്പൊന്നും കറി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പുഴുങ്ങില്ലേ അങ്ങനെ പുഴുങ്ങുന്നതൊന്നും ഇഷ്ടമല്ലേ. ഇങ്ങനെ ചുട്ട് കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഒരു ചേമ്പ് നമ്മുടെ കൊട്ടയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴേ അത് എടുക്കട്ടെ, ഞാൻ അടുപ്പിലിടട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു ചേമ്പ് എടുത്തിട്ട് അടുപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് മാറില്ല. എനിക്ക് ചിലപ്പോൾ മറന്നു പോകും കേട്ടോ അടുപ്പിൽ ഇങ്ങനെ ഒരു വെച്ച കാര്യം. അതുകൊണ്ട് ആൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറുകയില്ല. അതവിടെ ഇങ്ങനെ ചൂടാക്കി കൊടുത്ത് നിൽക്കും കേട്ടോ. അപ്പം മോൾ ഉറങ്ങിയിട്ടൊന്നുമില്ലേ, മോളും അടുക്കളയിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ 1-2 പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് അതും വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. മോനിതവിടെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിച്ച് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. അത് ഇനി ആയിക്കഴിഞ്ഞാലേ ആൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറുകയുള്ളൂ. അപ്പോൾ അതാ വെന്തിട്ടുണ്ടോയെന്ന് നോക്കുകയാണേ. പപ്പടക്കോൽ കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊലി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറുപ്പൊക്കെ നാൾ കഴുകി നമ്മളൊക്കെ പൊളിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് കരിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി മാറ്റിയിട്ട് അത് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. മോൻ നന്നായി അടുപ്പ് കത്തിച്ചതുകൊണ്ട് എൻ്റെ അരിയൊക്കെ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. റേഷനരിയാണ്, അപ്പോൾ പെട്ടെന്ന് വേവായിക്കോളൂല്ലോ. പിന്നെ ഇതാ ചേമ്പിൻ്റെ തൊലിയൊക്കെ ഞാനിതാ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണേ. പപ്പടക്കോലിൽ കുത്തിയിട്ടാണ് ചേമ്പ് അടുപ്പിൽ നിന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ തൊലിയൊക്കെ മാറ്റും കേട്ടോ. ഏട്ടൻ കഴിക്കുന്ന കണ്ട് ഇപ്പം അനിയത്തിക്കുട്ടിക്കും ഈ ചേമ്പിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതാ മോൻ അതിങ്ങനെ എടുത്തിട്ട് ചൂട് പോക്കി കൊടുക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ കഴിക്കും, ഇടയ്ക്ക് കഴിക്കില്ല, എന്നാലും ആൾക്ക് ഇഷ്ടമുണ്ട് കേട്ടോ അത്. അപ്പോൾ രണ്ടാളും കൂടെ ഇവിടെ കളിയിലാണ്. മോള് വലിങ്ങനെ വാശി പിടിക്കുന്നൊന്നുമില്ല, മോൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം മോൻ നോക്കിക്കോളൂ കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം എൻ്റെ അലക്കാനുള്ളതൊക്കെ അലക്കി ആറിയിട്ടു കേട്ടോ. മോള് ഉറങ്ങാൻ കാത്തു നിൽക്കാതെ വേഗം അലക്കാൻ പോകുന്നത്. തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്ത് പിന്നെ വെയിലായി കഴിഞ്ഞാൽ അലക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ സ്പീഡിലൊന്നും പണി നടക്കില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല വാശിയായിരിക്കും മോൾക്ക്. ആ സമയത്ത് പിന്നെ മോളുടെ അടുത്ത് തന്നെ ഇരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല, മോൻ്റെ അടുത്തൊന്നും ഇരിക്കില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പണിയൊക്കെ സ്ലോ ആവും. മോളിങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ പണി പെട്ടെന്ന് ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ അത് അലക്കലും ആറിടലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റാൻ പോവുകയാണ്. ഇവിടങ്ങളിലേക്ക് ഊറ്റുക, വാർക്കുക എന്നൊക്കെയാണ് പറയുക. അപ്പോൾ റേഷനരി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഊറ്റുക. ഇനി എനിക്ക് കറിയിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാനും ഉപ്പേരി വെക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ നോക്കുകയാണ്. ഞാൻ പച്ചക്കറിയിലേക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ അതാ മോൾക്ക് ഇവിടെ വാശി തുടങ്ങിയിട്ടുണ്ട്. എന്നെ അരയ്ക്കാനൊന്നും സമ്മതിക്കാതെ വാശി പിടിക്കുക കേട്ടോ. ഇങ്ങനെ വന്ന് പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുക. മോള് കരയുന്ന സൗണ്ട് കേട്ടിട്ട് മോൻ വണ്ടിയായിട്ട് വന്നേ. ആ വണ്ടിക്ക് പാട്ടും ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾപ്പിച്ച് നോക്കിയാൽ സാധാരണ ഒന്ന് റെഡി ആവുന്നതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ആൾ റെഡി ആവുന്നുണ്ടായിരുന്നില്ലേ. ഞാൻ എടുത്ത് വണ്ടിയിലിരുത്താൻ നോക്കിയിട്ടും ഇരിക്കുന്നില്ല കേട്ടോ. എൻ്റെ മേലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നേ.
അപ്പം പിന്നെ ഞാൻ മോളെ എടുത്തിട്ട് തന്നെ അരയ്ക്കാനൊക്കെ നോക്കിയിട്ടോ. ഞാനിത് നേരത്തെ ഉറക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോളെ, പക്ഷേ ആൾ ഉറങ്ങുന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നുള്ളത് കൊണ്ട് ഞാൻ മോളെ എടുത്തിട്ട് തന്നെ പിന്നെ ബാക്കി പണികൾ ചെയ്യാൻ നോക്കിയിട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഉപ്പേരിക്ക് അരിയാനുള്ള പയർ ഞാൻ മോളെ എടുത്തിട്ട് അരിയാൻ നോക്കിയേ, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ കത്തി കയറി പിടിക്കുകയൊക്കെ ആയിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ താഴെ നിർത്തി പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഒരു വിധം ആ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുത്തു കേട്ടോ. സത്യം പറയാം, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒറ്റയ്ക്കുള്ള അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എനിക്കൊന്നില്ലെങ്കിൽ ഇപ്പോൾ മോനുണ്ട് കേട്ടോ നോക്കാനായിട്ട്. കുറേയൊക്കെ മോൻ നോക്കിക്കോളെ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാലാണ് ഞാൻ ശരിക്കും പെട്ടുപോവുക. മോൻ സ്കൂളിലും കൂടെ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എൻ്റെ എല്ലാ പണികളും തീർത്ത് വെക്കണം എന്നൊക്കെയാണ് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്. അതാലോചിച്ചിട്ട് ഇപ്പോഴേ എനിക്ക് ടെൻഷനാട്ടോ. അപ്പോൾ അത് ആ മോളെ എടുത്തിട്ട് തന്നെ കേട്ടോ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ കൊണ്ടൊഴിക്കുന്നത്. ആൾ തീരെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കറി അടുപ്പിൽ നിന്ന് വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് ഒരു വിധം കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറി വറവിടാൻ നോക്കുകയാണേ. പിന്നെ എനിക്ക് ഈ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കൊണ്ടാട്ടമുളകും കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയും കൂടി ആക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് എൻ്റെ ഉച്ചക്കത്തേക്കുള്ള അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇതാ മോള് എന്നെയും തിരഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അവളെ എടുത്തിട്ടായിട്ടോ എല്ലാ പണികളും, കറി വറവിടലും മുളക് വറുക്കലും ഉപ്പേരി വയ്ക്കലൊക്കെ മോളെ എടുത്തിട്ടായിരുന്നു. മോള് നല്ലോണം വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളപ്പണികളൊക്കെ ഒതുക്കി ഞാനും മോളൊക്കെ പോയി കുളിച്ചു. മോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഇടി വെട്ടി തുടങ്ങിയത്. അപ്പം പിന്നെ അലക്കി വെച്ച തുണികളൊക്കെ മോൻ പോയി എടുത്തു കൊണ്ടുവരികയാണേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മോനും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മോൾക്കുള്ള പണി ഇതാണ് കേട്ടോ, മേശയുടെ അടിയിൽ വന്നിരിക്കുകയെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നേരെ പോയിട്ട് മോൾക്കുള്ള തൊട്ടിലൊക്കെ കെട്ടി മോളെ ഉറക്കുകയാണ്. അതിനുശേഷം മോനെയും ഉറക്കി കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ മോനെ എന്നും ഉച്ചയ്ക്ക് ഇങ്ങനെ പിടിച്ചുറക്കേ, അല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് കളിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, മക്കളെ ഉറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇതാ വന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതാ മോൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ ആറിയിടാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ആറിയിട്ടു കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ വരുന്നത്. ഏട്ടൻ വരുന്ന സമയത്ത് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. നമ്മുടെ ഈ അരിയിലൊക്കെ ഒരു തരം ചെള്ള് വരില്ലേ, അത് പോവാനായിട്ട് നമ്മുടെ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചെള്ള് പോകും കേട്ടോ. ചെള്ള് വരാതിരിക്കാനും അത് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തേങ്ങ കുറവാണ്. ഇന്നിപ്പോൾ കാറ്റടിച്ചപ്പോൾ ഒരു തേങ്ങ വീണപ്പോൾ ഞാനത് പൊളിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ പൊളിച്ച് നോക്കിയപ്പം അതും കൊട്ടത്തേങ്ങയാണ്. പിന്നെ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോഴേക്കും ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് തേങ്ങയും മാങ്ങയും പൈനാപ്പിളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പപ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ. അതിനുശേഷം പിന്നെ വിളക്ക് കത്തിക്കാനൊക്കെ നോക്കി. വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞു. മോൻ നാമം ചൊല്ലാനൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞേരം പിന്നെ രാത്രിത്തേക്കുള്ള പണികൾക്ക് നോക്കാനായി. ഇവിടെ രാത്രി ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് നെത്തോലി ഫ്രൈയും ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഉറക്കിയതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാനും കിടക്കാനുള്ള പരിപാടിയിലേക്കായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.